ഒരു മുംബൈയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗംഗാധര മേനോനാണെങ്കിൽ കടപ്പാട്ടൂറിൽ വന്നെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം മനു ഗംഗാധര മേനോനെ സംസാരിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. അതിനപ്പുറം ഗംഗാധര മേനോൻ മനുവിനോട് ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ബാലചന്ദ്രൻ എന്നെ കാണാനായിട്ട് വന്നിരുന്നു എന്നും സ്റ്റാലിനെ, അതായത് വൈജയുടെ മുൻ കാമുകനെ അന്വേഷിച്ച് അവൻ നടക്കുകയാണെന്നും അലീനയെ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനാണ് അവൻ ഒരുങ്ങിയിരിക്കുന്നതെന്നും അതിനുള്ള പദ്ധതിയാണ് അവൻ തയ്യാറാക്കുന്നത് എന്നും മനുവിനോട് പറയുമ്പോൾ മനു ഞെട്ടിത്തെറിക്കുന്നുണ്ട്. ഇതേ സമയം നിൻ്റെ അച്ഛൻ ശിവൻ എവിടെ? ഈ ബാലചന്ദ്രൻ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചേ മതിയാവൂ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോഴേക്കും ശിവൻ വരുന്നുണ്ട്. ശിവനും ഈ സത്യം അറിയുമ്പോൾ ബാലചന്ദ്രൻ ഇത് എന്തിൻ്റെ കേടാണ്? അയാൾക്ക് അവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ, നമ്മളുടെ അടുത്ത് എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മനു പറയുന്നുണ്ട്, അങ്കിള് ചിലപ്പോൾ അലീനയുടെ അച്ഛൻ്റെ കൈകളിലായിരിക്കും അലീന സുരക്ഷിതയായിരിക്കുക എന്ന് ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നു. ഇവിടെയാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിൻ്റെ പുറകിലാണ്. ഒടുവിൽ സ്റ്റാലിൻ്റെ സ്ഥലത്ത് എത്തുന്നൊരു കാഴ്ചയും കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്റ്റാലിനാണെങ്കിൽ തൻ്റെ മൃഗങ്ങളുമായിട്ട് നായകയുമായിട്ട് നായാട്ടിന് പോവുകയാണ്, മറ്റുമൊക്കെയാണ് കാണിക്കുന്നത്. സ്റ്റാലിൻ്റെ മുഖം വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. എന്തായാലും ബാലചന്ദ്രനും സ്റ്റാലിനും മുഖാമുഖം കാണുമെന്നത് തീർച്ച തന്നെയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ.